മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. മഴ മാറി മാനം തെളിഞ്ഞാലും വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നതിന്റെ ദുരിതമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ നവീകരണ പദ്ധതികൾക്കും നരക ജീവിതത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ റൺവേക്ക് സമീപം ഓൾ സെയിൻസ് കോളേജ് റോഡിലാണ്. ഈ റോഡിൽ നിന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് തിരിയുന്ന രണ്ട് ഇടവഴികളുണ്ട്. ആ വഴികളിൽ ഒന്നിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മഴ വിട്ടുനിന്നു. പൊരിയുന്ന വെയിലായിരുന്നു. പക്ഷേ ആ പൊരിയുന്ന വെയിലത്തും വെള്ളക്കെട്ടിൽ നരക ജീവിതം നയിക്കേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് ഞാൻ നേരിട്ടെത്തിക്കുകയാണ്. ഈ വഴിയിൽ നിന്ന് കയറുന്ന ഭാഗങ്ങളിലൊന്നും വെള്ളമില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാവും. ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായി ഈ ഒരു പ്രശ്നം സജീവമായി വന്നപ്പോൾ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വ്യാപകമായ പരാതികൾ കണക്കിലെടുത്തുകൊണ്ട് 2 കോടി രൂപ ചെലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. ഇപ്പോഴും കഴിഞ്ഞ 15 ദിവസമായി ഈ റോഡിൽ 50ഓളം വീടുകളിൽ ആളുകളുള്ള പ്രായമായ ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന ഈ റോഡിന് ഇരുവശത്തും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് അധികാരികൾ എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാരടക്കം മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര നാളായി ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇത് ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തുള്ള ഈ ചെറിയ പ്രദേശം മാത്രമല്ല, ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഈന്തിവിളാകം, ബാലനഗർ, വെട്ടുകാട് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വെള്ളപ്പൊക്കം രൂക്ഷമായിട്ടുള്ളത്. അവിടെ തന്നെ പ്രത്യേകിച്ച് ഈ ബാലനഗർ പ്രദേശത്ത് ഒരു മനുഷ്യൻ്റെ 6 അടിയോളം വെള്ളം പൊങ്ങിക്കിടക്കുക. വീടുകളിൽ ആളുകൾക്ക് അവരുടെ ശുചിമുറികളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അവരുടെ പാദങ്ങൾ നോക്കിക്കുന്ന വളരെ രൂക്ഷമായ വ്രണം പെട്ട് അവർക്ക് നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. 2022-2023 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ കൗൺസിലറിൻ്റെ നേതൃത്വത്തിൽ 2.25 കോടി രൂപ ചിലവാക്കി ഇവിടെ ഒരു ഓട നിർമ്മിച്ചു. അശാസ്ത്രീയവും ആ ധനവിനിയോഗത്തിലുള്ള ക്രമക്കേടും പ്രതിഫലിക്കുന്നതാണ് ഈ ഓട എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അധികൃതരിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത് നികൃഷ്ടവും ക്രൂരവുമായ പ്രതികരണമാണ്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ലേ? ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചാൽ സ്ഥായിയായ ഒരു പരിഹാരമല്ല. അത് മാത്രമല്ല, പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഓടയിലോട്ട് വെള്ളം അടിച്ചു വിടുമ്പോൾ ആ വെള്ളം എവിടെ നിന്നാണോ അടിച്ചു കളയുന്നത് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെ രൂക്ഷമായ ഒരു സാന്നിധ്യം ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ആളുകളുടെ പാദം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ചേട്ടാ, ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട്? ഇവിടെ അത്യാവശ്യം ഒരു 1000-ഓളം വീടുകളുണ്ട്. മൊത്തം 1000-ഓളം വീടുകളുണ്ട്. 1000-ഓളം വീടുകൾ ഈ ഭാഗത്തെല്ലാമായിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കൂടെ 1000-ഓളം വീടുകളുണ്ട്. അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വർഷങ്ങളായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചുകാലങ്ങളിലെ ഇത് കണ്ടുപോകുന്നതാണ്. അല്ല, ഇതിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ആളുകളുടെ. പിന്നീടാണ് അവിടെ ഒരു നവീകരണ പ്രവർത്തനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു 15-20 ദിവസം കൊണ്ട് ഇതേ ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം നിങ്ങളെ നഗരസഭാ അധികൃതരെ ഈ വിവരം എല്ലാവരെയും ബന്ധപ്പെട്ട് ഒരാളുടെ ബന്ധപ്പെട്ടിട്ടും ഒരു രീതിക്ക് നമുക്കൊരു ന്യായം, ഒരു പരിഹാരമില്ല. അല്ല, ഇതിന് എന്താണ് പോംവഴി എന്നാണ് പറയുന്നത്? നമ്മൾ വെറുതെ ഒരു പരാതി ഉന്നയിക്കുന്നതിന് ഇതിനകത്തൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൾ സെയിൻസ് ജംഗ്ഷൻ മുതൽ വേളി കായൽ വരെ ഒരു ഓട നിർമ്മിക്കുക. അത് മാത്രമേ നമുക്കുള്ള ആദ്യമായിട്ടുള്ള ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ അതാണ്. അത് നമ്മുടെ ഈ നമ്മുടെ ഓൾ സെയിൻസ് മുതൽ വേളി കായലിലേക്കുള്ള ആ സാധനം, അതായത് പല റോഡുകളുണ്ട്, വഴികളുള്ള ആ ഓടുകളെല്ലാം നിർമ്മിച്ച് ഇതിനകത്ത് കണക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോവുക. അത്രേ നമുക്കുള്ളൂ. അല്ല ചേട്ടാ, ഈ പ്രായമായ ആളുകൾ അടക്കം ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും സ്ഥലത്തെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഈ കാണുന്നതാണോ കാഴ്ച? ഇതുപോലെയാണോ? അതായത് ഈ പ്രദേശത്ത് ഒരു ക്യാമ്പ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ സ്ഥിതി. ദുരിതാശ്വാസ ക്യാമ്പ് ഇല്ല.
ഏകദേശം ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ മുട്ടത്തറ പോയ ആളുകൾ താമസിക്കണമെന്നാണ് പറയുന്നത്. അത് ആളുകൾക്ക് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഈ ഓട നിർമ്മിച്ച് ഇവിടുത്തെ ആളുകൾക്ക് സമാധാനമായി ജീവിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഓൾ സെയിൻസ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് മാധവപുരത്ത് പൊഴിക്കര വരെ പൈപ്പിട്ട ശേഷം അവിടെ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ട്രാവൻകൂർ ടൈറ്റാനിയം എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിലെ ഓടയിൽ ഈ വെള്ളം ഒഴുക്കിയ ശേഷം ആ വെള്ളം കടലിലോട്ട് ഒഴുകിക്കളയുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഇവിടെ പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിന് സമീപത്തായി കാണുന്ന ഒരു പഴയൊരു വട്ടക്കായലുണ്ടായിരുന്നു. ആ വട്ടക്കായലിലോട്ട് സുരക്ഷിതമായി വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടോ അധികൃതർ ഇതിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് മാറിയാലേ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വർഷങ്ങളായി ഈ വെട്ടുകാട് ഓൾ സെയിൻസ് ജംഗ്ഷനിലുള്ള 1000-ഓളം കുടുംബങ്ങൾ അവർ താമസിക്കുന്ന ഇടവഴികൾ വെള്ളക്കെട്ടിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചിത്രങ്ങളോടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയത ഉണർത്തുന്ന ദൃശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ സർക്കാരിനാവുമെന്ന് ഞങ്ങളും കരുതുന്നില്ല. എന്തായാലും ഏറെ ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രായാധിക്യം ചെന്ന ആളുകൾ ഉൾപ്പെടെ രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥയിൽ ഈ വെട്ടുകാട് ഓൾ സെയിൻസ് ഭാഗത്ത് ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ 7 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് പ്രായമുള്ള ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് 7 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ ദൈനംദിന കാര്യങ്ങൾ നടത്താനൊക്കെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം അത് തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ശരി, എന്തായാലും